ഫിലിമിൽ മ്യൂസിക് വരുമ്പോൾ ആൾക്കാരത് കാണുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് താങ്കളുടെ ബെസ്റ്റ് വർക്ക് ആൾക്കാർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നതല്ല, അത് ഒരു ഫീലിംഗ് ആണ്. എൻ്റെ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് സീൻ മോസ്റ്റ് ഫെൽറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലൈക്ക് ആ ഒരു ലൈം ലൈറ്റിൽ ഉള്ളതിനെ കുറിച്ച് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത മൂവിയിൽ ലാസ്റ്റ് റിലീസായത് ജസ്റ്റിസ് ഫോർ ജെനി എന്ന് പറയുന്ന തമിഴ് മൂവിയാണ്. അപ്പോൾ അതിൽ ഒരു 3 പാട്ടുകളുണ്ട്. അതിൽ 2 പാട്ടേ ഇപ്പോഴും റിലീസായിട്ടുള്ളൂ. പിന്നെ ആ മൂവിയാണെങ്കിലും OTT ഇതുവരെ വന്നിട്ടില്ല. തിയേറ്ററിലാണെങ്കിലും കേരളത്തിൽ റിലീസ് ചെയ്തില്ലായിരുന്നു, തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തൊരു മൂവിയാണ്. ഇപ്പം മ്യൂസിക്കലി നോക്കുവാണെങ്കിൽ, പിന്നെ അതിലെ പാട്ടുകളാണെങ്കിലും ഒരുപാട് എനിക്ക് ഹാർട്ട് ഫെൽറ്റായിട്ട് ചെയ്ത പാട്ടൊക്കെ ഉണ്ട് അതിൽ. അപ്പം അത് ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്ത് അവർ കേൾക്കാന്നല്ലാതെ അധികം ആരും കേട്ടിട്ടില്ല. അത് എനിക്കൊരു ഓഫ് കോഴ്സ് ആസ് എ ക്രിയേറ്റർ സങ്കടം വരും. പക്ഷെ എന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ രീതിയിൽ കാണാൻ പഠിക്കണം. പിന്നീട് എപ്പോഴെങ്കിലും അത് കേട്ട് ആൾക്കാരിലോട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഒരു കമ്പോസറാണല്ലേ. താങ്കൾ റഷ്യൻ പിയാനോയിൽ സ്പെഷ്യലൈസ് ചെയ്തു KM കൺസർവേറ്ററിയിൽ അല്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കമ്പോസേഴ്സ് പലർക്കും ഒത്തിരി നാൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരു ഡിമാൻഡിങ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് റഷ്യൻ പിയാനോ? ഞാനത് ആക്ച്വലി ഇപ്പം എൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ കോഴ്സ് എൻ്റെ സാറിൻ്റെ അടുത്ത കോഴ്സ് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ തന്നെ കുറച്ച് നാൾ ചെന്നൈയിൽ തന്നെ സെറ്റിൽ ആവാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ KM മ്യൂസിക് കൺസർവേറ്ററിയുടെ അടുത്തോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പം അത് റഹ്മാൻ സാറിൻ്റെ മ്യൂസിക് കോളേജാണ് KM മ്യൂസിക് കൺസർവേറ്ററി. അപ്പോൾ അവിടെ എനിക്ക് റഷ്യൻ പിയാനോ ചാറ്റർജി സാറാണ് പഠിപ്പിക്കുന്നത്. അപ്പം ആ ഒരു കോഴ്സിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് പോയതാണ്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഞാൻ കുറച്ച് നാൾ എനിക്ക് ആ കോഴ്സ് ചെയ്യാൻ സാധിച്ചു. പിന്നെ കൊറോണ വന്നു, നാട്ടിലോട്ട് വന്നു, അതെല്ലാം ബ്രേക്കായി. അങ്ങനെ ഞാനുള്ള അത്രയും നാളും ഒരുപാട് എൻജോയ് ചെയ്തൊരു കോഴ്സാണ്. ആൻഡ് ഐ റിയലി ചെറിഷ് ദോസ് ക്ലാസ്സസ്.